ഹലോ. സോ നമ്മളടുത്ത ഡ്രിങ്ക് ആയിട്ട് വന്നേക്കാണ്. ഇറ്റ്സ് ആൻ ഈസി വൺ ദിസ് ടൈം ടു. ഇറ്റ്സ് എ ക്ലാസിക് ടെക്കീല സൺറൈസ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു ഈസി ഡ്രിങ്ക് ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയുമായിരിക്കും മിക്കവാറും. പിന്നെ ഞാൻ ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാണ്. ആൻഡ് ഇറ്റ്സ് പ്രെറ്റി പോപ്പുലർ ടു. യു ക്യാൻ ഗെറ്റ് ഇറ്റ് എനി ബാർസ് ഓർ എനി പ്ലേസ് യു ഗോ. വെൻ യു ആസ്ക് ഫോർ ഇറ്റ് യു ക്യാൻ പ്രോബ്ലി ഗെറ്റ് ഇറ്റ്. സോ ക്വിക്ക് ആൻഡ് ഈസി. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഒരു ഗ്രനഡിൻ സിറപ്പ് ഉണ്ട്. ഇറ്റ്സ് മെയിൻലി ഒരു മധുരമാണ്. ബേസിക്കലി ഒരു ബാലൻസിങ് ഔട്ട് ഓറഞ്ച് ജ്യൂസ് സെറ്റപ്പ് ആണ്. പിന്നെ ടെക്കീല ഞാൻ ലാസ്റ്റ് ടൈം ലാലോ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണ്ടും ലാലോ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ നൗ. സോ അത്രയുള്ള ഇൻഗ്രീഡിയൻസ്, ആകെ 3 ഐറ്റംസ്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് ഇറ്റ്. സം പീപ്പിൾ ജസ്റ്റ് മേക്ക് ഇറ്റ് ഡയറക്ട്ലി ഇൻ ദ ഗ്ലാസ്. പക്ഷേ എനിക്ക് ആ ഒരു മിക്സിങ് കറക്റ്റായിട്ട് വരുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി ഷേക്കറിൽ എടുത്തിട്ടാണ് ഗ്ലാസ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്യാറ്. സോ നമ്മൾ ഷേക്കർ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഡ്രിങ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓൾവേസ് ഗോ ബാക്ക് ടു ദ ഷേക്കർ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. സോ ആദ്യം ടെക്കീല 1.5 ounce. നെക്സ്റ്റ് നമുക്ക് 3 ounce ഓറഞ്ച് ജ്യൂസ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഐസ് ആഡ് ചെയ്യും. കുറച്ച് ഐസ് നമ്മൾ ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്യും ഒരു ലുക്കിന്. ഇനി ബേസിക്കലി നമ്മൾ ടെക്കീലയും ഓറഞ്ച് ജ്യൂസും കൂടെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ഡ്രെയിൻ ചെയ്യും ഗ്ലാസ്സിലോട്ട്. സംഭവം ഇപ്പോൾ നമ്മൾ ടെക്കീല ആൻഡ് ഓറഞ്ച് ജ്യൂസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്രനഡിൻ ഞാൻ പറഞ്ഞ പോലെ സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്യാം. സോ എനിക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഐ ആം ആഡിങ് 3/4 ounce. നോർമൽ റെസിപ്പീസിലൊക്കെ 1/2 ounce ഒക്കെയാണ്. പക്ഷേ യു ക്യാൻ ജസ്റ്റ് ആഡ് ഇറ്റ് അക്കോർഡിംഗ് ടു യുവർ സ്വീറ്റ്നെസ് ലെവൽ. എന്നിട്ട് നമ്മൾ ബാർ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ഒഴുകി കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ആ സൺറൈസ് ലുക്ക് വരുന്നത്. സംഭവം കണ്ടില്ലേ? ഇതേപോലെ നൈസ് ലുക്കായിട്ടിരിക്കും. എക്സാക്ട് സൺറൈസ് പോലെ ചെറിയൊരു ലുക്കൊക്കെ ഇല്ല. അങ്ങനെ അതാണ് ബേസിക്കലി ഇതിൻ്റെ പേര് വരാനുള്ള കാരണം. ടെക്കീല സൺറൈസ്. താഴെ റെഡിൽ നിന്ന് ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിൻ്റെ ആ യെല്ലോ കളറിലോട്ടുള്ള ഒരു ലുക്ക്. ഇറ്റ്സ് റിയലി പ്രെറ്റി ടു ലുക്ക് അറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്വീറ്റ്നെസ് നിങ്ങളുടെ അക്കോർഡിംഗ്ലി ആഡ് ചെയ്താൽ മതി. പിന്നെ ചില ഓറഞ്ച് ജ്യൂസ് ഓവർ പുളി വരാനും ചാൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. നോർമലി ഞാനിത് കുടിക്കുമ്പോൾ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കുടിക്കാറ്. എനിക്ക് എല്ലാം കൂടിയുള്ളൊരു ടേസ്റ്റാണ്, കോമ്പിനേഷൻ ടേസ്റ്റാണ് എനിക്ക് താല്പര്യം. പക്ഷേ ചില ആൾക്കാർ അതല്ലാതെയും കുടിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യലി ആ ഗ്രനഡിൻ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. പിന്നെ സ്ലോലിയാണ് അതിൻ്റെ ഓറഞ്ച് ജ്യൂസിൻ്റെ പുളി പതുക്കെ വരുള്ളൂ. സ്ട്രോ എടുക്കാൻ പോയതാണ്. നോർമലി നമ്മൾ ടെക്കീല സൺറൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുക്കിലാണ് സംഭവം കിട്ടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടം പോലെ മിക്സ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് അടിക്കാം. സോ ലെറ്റ് മീ ജസ്റ്റ് മിക്സ് ഇറ്റ് അപ്പ് ആൻഡ് ടേസ്റ്റ് ഇറ്റ്. നൈസ്. ഈ സംഭവം കുറച്ച് മധുരം കയറി നിൽക്കുന്ന മോഡലാണ്. പക്ഷേ എനിക്ക് കുറച്ച് സ്വീറ്റ്നെസ് ഉള്ള ടൈപ്പാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഗ്രനഡിൻ 3/4 ounce ആഡ് ചെയ്യുന്നത്. എൻ്റെ ഓറഞ്ച് ജ്യൂസിന് നോർമൽ ഞാൻ മേടിക്കാറുള്ള ഓറഞ്ച് ജ്യൂസിൻ്റെ അത്രയും പുളിയില്ല. അതുകൊണ്ട് എനിക്ക് ഈ സ്വീറ്റ്നെസ് ഒരു ഇച്ചിരി എക്സ്ട്രാ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ അത് പ്രോബ്ലി ഞാനൊരു 1/2 ounce ആയിട്ട് ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ അത് ബാലൻസ് ഔട്ട് ആയാനേ. പക്ഷേ ഇറ്റ്സ് സ്റ്റിൽ റിയലി ഗുഡ്. എനിക്ക് സ്വീറ്റ്നെസ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഐ ഡോണ്ട് റിയലി മൈൻഡ് ഇറ്റ്. പക്ഷെ നിങ്ങൾക്ക് സ്വീറ്റ്നെസ് അധികം താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഗ്രനഡിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്താൽ മതി. നോർമലി വാട്ട് ദേ ഡു ഈസ്, ഇപ്പോൾ ആൽക്കഹോൾ 1.5 ounce ആണെങ്കിൽ 3 ounce ഓറഞ്ച് ജ്യൂസ്, അല്ലെങ്കിൽ ആൽക്കഹോൾ ഇപ്പോൾ ടെക്കീല 2 ounce, ദേ നോർമലി ഗോ ഫോർ 4 ounce ഓഫ് ഓറഞ്ച് ജ്യൂസ്. പിന്നെ ഗ്രനഡിൻ സ്വീറ്റ്നെസ്സിന് എത്ര വേണമെന്നുള്ളതനുസരിച്ചിട്ട് ബേസിക്കലി നമ്മൾ ഗ്രനഡിൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ ലുക്ക് കിട്ടും. ലുക്കാണല്ലോ നമ്മുടെ മെയിൻ. അത് കഴിഞ്ഞ് സംഭവം ടേസ്റ്റിന് ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂടുതലോ കുറവോ ഗ്രനഡിൻ ആഡ് ചെയ്താൽ മതി. സോ ബേസിക്കലി അത്രേ ഉള്ളൂ. വെരി ഈസി. ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി. സംഭവം കിട്ടുവാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ഈ ഗ്രനഡിൻ ആക്ച്വലി ഞാനൊരു സ്റ്റോർ ബോട്ടാണ് യൂസ് ചെയ്തേക്കണേ. പക്ഷേ യു ക്യാൻ ആക്ച്വലി മേക്ക് ഇറ്റ് അറ്റ് ഹോം. അതിൻ്റെ കുറേ റെസിപ്പീസൊക്കെ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഈ പോമഗ്രനേറ്റ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ വീട്ടിൽ. സോ അങ്ങനെ പറ്റുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയാൽ അത്രയും നല്ലത്. ഞാൻ കുറേ റെസിപ്പികളൊക്കെ നോക്കിയപ്പോൾ കുറച്ച് ചടങ്ങാണ് ഉണ്ടാക്കാൻ. എനിക്ക് പിന്നെ നല്ല മടിയുള്ളതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കാൻ പോയില്ല. ഈ സ്റ്റോർ ബോട്ട് ഞാൻ 2-3 ടൈപ്പ് ഞാൻ ട്രൈ ചെയ്തായിരുന്നു. എനിക്ക് ആ മധുരം ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിതാണ് മോസ്റ്റ്ലി ഇഷ്ടപ്പെട്ടത്. ബാക്കി പിന്നെ ടെക്കീലയും ഓറഞ്ച് ജ്യൂസും ആണല്ലോ, അത് പിന്നെ ഒപ്പിക്കാം. സോ
അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ സംഭവം എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, സീ ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ.